സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ വളരെ സവിശേഷമായ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം ലഭിച്ച ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 10 വർഷം നവകേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി കേരളത്തെ സമഗ്ര വികസനത്തിന്റെ പാതയിലാണ് LDF നയിച്ചത്. കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ ഭരണത്തെ ഏറ്റവും ചുരുക്കി വിശേഷിപ്പിച്ച കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തെ ആനയിക്കുന്ന വൻകിട വികസന പദ്ധതികളും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായ ആശ്വാസ നടപടികൾ, ക്ഷേമ പദ്ധതികൾ, ഇത് രണ്ടും സമന്വയിപ്പിച്ച് നടത്താനായി എന്നതാണ് ഏറ്റവും പ്രധാനം. കേരളം ഇന്ന് ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. ലോകം ശ്രദ്ധിക്കുന്ന വൻകിട പദ്ധതികൾ, ബൃഹത് പദ്ധതികൾ, ചിലത് പൂർത്തിയാക്കാനും ചിലത് തുടങ്ങി വെക്കാനും കേരളത്തിലെ സർക്കാരിന് സാധിച്ചു. ദേശീയപാത വികസനം ഏറെക്കുറെ പൂർത്തിയായി. ഒരു കാലത്തും നടക്കില്ല എന്ന് UDF കാലത്ത് തീർപ്പ് കൽപ്പിച്ച പദ്ധതിയായിരുന്നു. കൊച്ചി ഇടമൺ പവർ ഹൈവേയും ഗെയിൻ പൈപ്പ് ലൈനും പൂർത്തിയായി. കേരളം പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത സംസ്ഥാനമായി മാറി. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയും ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയും അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം നാടിന് സ്വന്തമായി. ലോകോത്തരമായ നിലവാരത്തിൽ കേരളത്തെ എത്തിക്കുന്നതിന്റെ ഭാഗമായി K-ഫോണും വിഴിഞ്ഞ പോർട്ടും തീരദേശപാതയും മലയോര ഹൈവേയും എല്ലാം ഈ കാലഘട്ടത്തിലെ നേട്ടങ്ങളാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ തുരങ്കമാവാൻ പോവുകയാണ് വയനാട് തുരങ്കപാത. സമാനതകളില്ലാത്ത ഇത്തരം ബൃഹത് പദ്ധതികൾ കഴിഞ്ഞ 10 വർഷം കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയതാണ്. ലോകത്തിന്റെ ശ്രദ്ധ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ഇത്തരം പദ്ധതികളോടൊപ്പം ക്ഷേമ പദ്ധതികൾ, സാധാരണക്കാരുടെ ജീവിതത്തിൽ ആശ്വാസമേകിയ നടപടി, അത് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകിയതായാലും 4 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായി പട്ടയം നൽകിയതായാലും, ഒപ്പം ഇന്ത്യയിൽ ആദ്യമായി 2000 രൂപ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ച് 62 ലക്ഷം കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ നൽകുന്നതായാലും, രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വീട്ടമ്മമാരുടെ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പദ്ധതി തുടക്കം കുറിക്കാൻ കഴിഞ്ഞതായാലും, അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് നൽകാനെടുത്ത തീരുമാനമായാലും ഒക്കെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി മാറിയിട്ടുള്ളതാണ്. അതുപോലെ PSC നിയമനങ്ങളുടെ കാര്യം, ഇപ്പൊ ഇന്ത്യയിലെ PSC നിയമനങ്ങളിൽ 60% മുകളിൽ കേരളത്തിലെ നിയമനങ്ങൾ. പെട്ടെന്ന് കേൾക്കുമ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നും. കാരണം ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് 3% മറ്റോ ആണെന്ന് തോന്നുന്നു കേരളത്തിലെ ജനസംഖ്യ, അത്രയും വരും. അപ്പൊ ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഇന്ത്യയിൽ 100 ചെറുപ്പക്കാർക്ക് സർക്കാർ ജോലി ലഭിക്കുമ്പോൾ ഒരു 3 പേർക്കോ മറ്റോ ആണ് കേരളത്തിൽ കിട്ടേണ്ടത്, ന്യായമായി കിട്ടണം. എന്നാൽ ഇന്ത്യയിൽ നിന്ന് 100 പേർക്ക് ജോലി ലഭിക്കുമ്പോൾ 60-ലധികം അത് കേരളത്തിലാണ്. അത് അവിശ്വസനീയമായ ഒരു കണക്കാണ്. അതിന്റെ കാരണം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഏറെക്കുറെ നിയമന നിരോധനം നിലനിൽക്കുകയാണ്. ആർക്കും ജോലി കൊടുക്കുന്നില്ല. അത്യാവശ്യം ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കരാർ തൊഴിലായിട്ടാണ് കൊടുക്കുന്നത്, ദിവസക്കൂലി അടിസ്ഥാനത്തിലാണ്. PSC മുഖാന്തരം വ്യവസ്ഥാപിതമായി ജോലി കൊടുക്കുന്നത് വളരെ വിരളമായിട്ടാണ്. അതുകൊണ്ട് രാജ്യത്താകെ നടക്കുന്ന PSC നിയമനങ്ങളുടെ 60%-ലധികം കേരളത്തിലാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3 ലക്ഷം യുവതി യുവാക്കൾ കേരളത്തിൽ സർക്കാർ ജോലിക്കാരായി മാറി. ഒരു ചെറിയ കാര്യമാണ്. ആശുപത്രികളിലും പള്ളിക്കൂടങ്ങളിലും റോഡുകളിലും ഒക്കെ സംഭവിച്ച വലിയ മാറ്റം. ഇതെല്ലാം കേരളത്തെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു ഭരണകാലമാണ് LDF നേതൃത്വം കൊടുത്ത കഴിഞ്ഞ 10 കൊല്ലം എന്ന്
രാഷ്ട്രീയത്തിനതീതമായി വിലയിരുത്തുന്നതിലേക്കാണ് നയിക്കുന്നത്. സ്വാഭാവികമായി കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി ഈ വികസനം തുടരണം എന്നതാണ് പൊതുവികാരം. ഈ വികസന പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിന്നു പോകരുത്, ഇനിയും മുൻപോട്ട് പോകണം. കേരളം ഇനിയും അഭിവൃദ്ധിപ്പെടണം. ജനങ്ങളുടെ ജീവിത നിലവാരം ഇനിയും ഉയരണം. ക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടണം. ഇതെല്ലാം കേരളത്തിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ വിജയം കേരളത്തിന്റെ ഭാവിക്ക് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഇന്നെത്തി നിൽക്കുന്നത്. ആ വിജയം കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റുന്നതിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ, സാംസ്കാരിക രംഗത്ത് ഇടപെടുന്നവരെല്ലാം മറ്റു വിഭാഗങ്ങളെ പോലെ തന്നെ സജീവമായി ഇടതുപക്ഷ വിജയം ആഗ്രഹിക്കുന്നു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലയിലെ അനുഗ്രഹീതരായ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒത്തുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരുന്ന ഇവിടെ ജില്ലാ സെക്രട്ടറി വിശദീകരിച്ച ഗാനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനങ്ങളും അതുപോലെ മറ്റ് കലാരൂപങ്ങളും ഒക്കെ അണിയിച്ചൊരുക്കുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുടെ CD ഔപചാരികമായി പ്രകാശനം ചെയ്യുന്നതാണ് ഈ ചടങ്ങ്. ഇടതുപക്ഷ വിജയത്തിനു വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സഹൃദയരെയും സ്നേഹപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രകാശന കർമ്മം ഇവിടെ നിർവഹിക്കുന്നതായി അറിയിക്കുക.